നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറുകളിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ സാധാരണ കുഴയ്ക്കുന്ന ഒരു സംഭവമാണ് ലോഡ് കാൽക്കുലേഷൻ. ലോഡ് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ കസ്റ്റമറുടെ ലോഡ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാറില്ല. നമുക്ക് സാധാരണ കിട്ടുക അവരുടെ ഇലക്ട്രിസിറ്റി ബില്ലായിരിക്കും. ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് വരുന്നത് KWH കിലോ വാട്ട് അവറിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ എത്ര യൂണിറ്റ് കറണ്ട് ആ കസ്റ്റമർ കൊണ്ടുവന്ന് കണക്കാക്കിയിട്ടായിരിക്കും നമ്മൾ ഇൻവെർട്ടർ അവർ കൊടുക്കുക. അപ്പോൾ അങ്ങനെ KWH എങ്ങനെയായിരിക്കും നമ്മൾ കിലോ വാട്ടിലേക്ക് കൺവെർട്ട് ചെയ്യുക, അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സാധാരണഗതിയിൽ നമുക്ക് KWH കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഫോർമുല നമുക്കറിയാം. വാട്ട് ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ 1000. അത് എത്രയാണോ കസ്റ്റമറുടെ ലോഡ് അതിന് നമ്മൾ ടൈം കൊണ്ട് ഇൻറ്റു ചെയ്ത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് കിട്ടും. എത്ര യൂണിറ്റ് കൺസ്യൂം ആവുമെന്ന് കിട്ടും. ആ യൂണിറ്റിനെ എങ്ങനെയാണ് നമ്മൾ കിലോ വാട്ടിലേക്ക് കൺവെർട്ട് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു കസ്റ്റമറുടെ ഒരു ദിവസത്തെ കൺസ്യൂം എന്ന് പറയുന്നത് 20 KWH ആണ്. 10 മണിക്കൂർ കൊണ്ട് അവർ ഉപയോഗിക്കുന്ന യൂണിറ്റ് 20 KWH ആണ്. അങ്ങനെയാണെങ്കിൽ അത് എത്ര യൂണിറ്റ് കൺസ്യൂം, എത്ര കിലോ വാട്ട് ആയിരിക്കും അവർക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന്റെ ഫോർമുല കിലോ വാട്ട് ഈസ് ഈക്വൽ ടു KWH ഡിവൈഡ് ബൈ ടൈം. എത്രയാണോ കസ്റ്റമറുടെ യൂണിറ്റ് അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിലോ വാട്ട് കിട്ടും. ഇവിടെ 20 യൂണിറ്റ് ആണ് കസ്റ്റമർ 10 മണിക്കൂർ ഉപയോഗിക്കുന്നത്. അപ്പോൾ 20 ഡിവൈഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ കസ്റ്റമറുടെ കിലോ വാട്ട് എന്ന് പറയുന്നത് 2 കിലോ വാട്ട് ആണ്. ഇങ്ങനെ നമുക്ക് എത്ര വലിയ യൂണിറ്റിനെയും കൺവെർട്ട് ചെയ്ത് കിലോ വാട്ടിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.